എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന iPhone 11 Proൻ്റെ റിവ്യൂ ആണ്. 11 Proയും Pro Maxും രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. ഡിസ്പ്ലേയിൽ വരുന്ന വ്യത്യാസങ്ങളാണ്, അല്ലാതെ ഹാർഡ്വെയറിലും സോഫ്റ്റ്വെയർ ആയിട്ട് യാതൊരു വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ 12 Pro നോക്കുകയാണെങ്കിൽ അതിൻ്റെ മാക്സിൽ ഒപ്റ്റിക്കൽ സൂം കുറച്ചുകൂടെ കൂടുതലാണ്. ഈ ഒരു 11 സീരീസിലാണെങ്കിൽ ആ ഒരു മാറ്റങ്ങളൊന്നുമില്ല. ഈ ഒരു 12 ഇറങ്ങിയതിന് ശേഷം ഒരുപാട് 11 പ്രോവും അതുപോലെ തന്നെ 11 സെക്കൻഡ് വരൽ തുടങ്ങിയിട്ടുണ്ട്. ഗൾഫ് നാടുകളിലൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ടും ഇപ്പോൾ 11 പ്രോവും 11 Pro Maxും അതുപോലെ തന്നെ 11 സെക്കൻഡ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം 2021 നമ്മളൊരു iPhone 11 Pro ഒക്കെ എടുക്കുകയാണെങ്കിൽ എത്രത്തോളം ബെറ്റർ ആയിരിക്കും എന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുക. പിന്നെ എന്ന് പറയുന്നത്, നിങ്ങളെൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക്. iPhone 11 Proൻ്റെ വീഡിയോ ക്യാമറയാണ് നിങ്ങൾ കാണുന്നത്. സെൽഫിന്ന് സൗണ്ട് ക്വാളിറ്റിയൊക്കെ ഇതിൻ്റെ ഡിഫാൾട്ടായിട്ടുള്ള മൈക്കാണ്. 11 Proൻ്റെ മൈക്കും അതുപോലെ തന്നെ വീഡിയോ ക്വാളിറ്റിയും സ്റ്റെബിലൈസേഷനും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എത്രത്തോളം എന്നുള്ളത്. പിന്നെ എന്ന് പറയുന്ന ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അത്യാവശ്യം നല്ല വൈറ്റ് ആയിട്ടിരിക്കുന്നത്. നമ്മൾ എത്ര ഡാർക്ക് ആയിട്ടുള്ളതും വൈറ്റ് ആയിട്ടുള്ളതും വരുമ്പോൾ നമ്മുടെ മുഖം കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്യാമറ സഹായിക്കുന്നുണ്ട്. അത്രയും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയാണ് 11 Proൻ്റെ ക്യാമറ വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ ഇത്രയും വെളിച്ചത്തിൽ നിന്നാൽ മറ്റുള്ള ഫോണിലൊക്കെ മുഖത്തൊക്കെ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് വൈറ്റ് ആയിട്ട് വരുന്നത്. ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ മുഖം നല്ല രീതിയിൽ കാണുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്യാമറ ഉള്ളത്. അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷനും ഈ ഒരു ഫ്രണ്ട് ക്യാമറയിലും അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട് ഈ ഒരു മൂവിങ് ചെയ്യുന്ന സമയത്തൊക്കെ. പിന്നെ എന്ന് പറയുന്ന ഈ ഒരു 11 Pro അതുപോലെ തന്നെ 12 Pro ഐഫോൺ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് മുന്നത്തെ മോഡലിനേക്കാളും ഉണ്ടാവാറ്. പക്ഷേ ഒരു പ്രശ്നം തോന്നിയെന്ന് പറയുന്നത്, ബിൽഡ് ക്വാളിറ്റി കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നത് iPhone 11 Pro തന്നെയാണ്. കാരണം ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, ഓരോ ഐഫോണിന് നിലത്ത് വീണിട്ട് അതിൻ്റെ ഐഫോണിൻ്റെ ഒരു കട്ടിങ് ഉണ്ടാവും. അതായത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, ഐഫോണിൻ്റെ സൈഡിലായിട്ട് ഏത് ഐഫോൺ എടുത്താലും 4S മുതലേ ആ ഒരു കട്ടിങ് ഉണ്ട്. ഒരു റബ്ബറിൻ്റെ രീതിയിൽ ഒരു കട്ടിങ് കാണാം ആ ഒരു കേസിൻ്റെ മുകളിൽ. ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതിൽ നിന്ന് മാറിപ്പോകുന്നത്, അതായത് ആ ഒരു ജോയിൻറ്റ് വിട്ടുപോകുന്ന ഒരു പ്രശ്നമുണ്ട്. നിലത്ത് കുറച്ചുകൂടെ മുകളിൽ നിന്ന് ഒക്കെ വീണാലാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. സാധാരണ രീതിയിൽ ഐഫോണിൻ്റെ വീഴുമ്പോഴൊക്കെ മാക്സിമം ബോഡി അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്പ്ലേ മാത്രം മാറ്റിയാൽ മതി, അല്ലെങ്കിൽ ബാക്കിൽ ഗ്ലാസ്, ഇത് രണ്ടുമാണ് മെയിനായിട്ട് പൊട്ടുന്നത്. ഈ ഒരു ബോഡിക്ക് യാതൊരു പ്രശ്നങ്ങളും സംഭവിക്കാറില്ല. പക്ഷേ ഈ ഒരു 12 സീരീസിൽ അങ്ങനെയല്ല. 12 സീരീസിൻ്റെ ഈ ഒരു ബോക്സ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ വീഴുന്ന സമയത്ത് ആ ഒരു കോണൊക്കെ ഉള്ളിലേക്ക് കയറി പോവുക. അതുപോലെ തന്നെ പിന്നീട് ഡിസ്പ്ലേ ഫിറ്റ് ആവാത്ത പ്രശ്നവും വരുന്നുണ്ട്. ഈ ഒരു ഇതുവരെ വന്ന ഐഫോണിൻ്റെ 6 മുതൽ അതുപോലെ 11 Pro വരെ ആ ഒരു പ്രശ്നങ്ങളില്ലായിരുന്നു. ബോഡിക്ക് വലിയ രീതിയിൽ ബെൻഡാവാത്ത മോഡലായിരുന്നു ഇതുവരെ വന്നിരിക്കുന്നത്. എന്നാൽ ഈ ഒരു 12 സീരീസിലാണെങ്കിൽ അത്യാവശ്യം നമ്മൾ ഒരു ഫോണൊക്കെ വ്യൂ ആണെങ്കിൽ ഈ ഒരു റബ്ബർ കട്ടിങ്ങിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ഈ ഒരു ബോഡി തമ്മിൽ ജോയിൻ്റ് ആവാത്ത പ്രശ്നം. അതുപോലെ തന്നെ പിന്നീട് ഡിസ്പ്ലേ ഇതുപോലെ ബെൻഡായ ഫോണിൽ നമ്മൾ ഡിസ്പ്ലേ വെച്ചാലും പിന്നെയുള്ള പ്രശ്നം എന്ന് പറയുന്നത്, പിന്നെ പെട്ടെന്ന് പോയി പോകുന്ന രീതിയിലായിരിക്കും. അതായത് ജസ്റ്റ് ഒന്ന് വീണാൽ മതി, കാരണം അത്രയും നല്ല ഫിറ്റിങ് കിട്ടില്ല അവിടെ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വീണാൽ തന്നെ പിന്നീടും ഡിസ്പ്ലേ പോകും. ആ ഒരു പ്രശ്നം ഈ ഒരു iPhone 12 അതുപോലെ തന്നെ ഈ ഒരു ക്യാമറയിൽ നോക്കുകയാണെങ്കിൽ, ക്യാമറയിൽ ലോ ലൈറ്റിൽ അത്യാവശ്യം നല്ല ബെറ്റർ ആയിട്ടുള്ള ക്യാമറയാണ് 12 Pro Maxൻ്റെ വരുന്നത്. പിന്നെ ഈ ഒരു 11 Proയും അതുപോലെ തന്നെ 12 Proൻ്റെ ക്യാമറ അത്യാവശ്യം സെയിം തന്നെയാണ്. ഓപ്ഷൻസും കാര്യങ്ങളും കൂടുതലൊന്നുമില്ല. ഒപ്റ്റിക്കൽ സൂം കുറച്ചുകൂടെ കൂടുതലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വീഡിയോയിലും കുറച്ചുകൂടെ ബെറ്ററാണ്. അല്ലാതെ നമുക്ക് നോക്കുമ്പോൾ നല്ലൊരു മാറ്റങ്ങളൊന്നും കാണാൻ കഴിയില്ല. അത്യാവശ്യം കുറച്ച് മാറ്റങ്ങൾ മാത്രമാണ് രണ്ടിൻ്റെ ക്യാമറയിൽ വരുന്നത്. ഐഫോണിൻ്റെ 11 സീരീസിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അധികം നല്ല രീതിയിൽ ചാർജ് നിൽക്കുന്ന ഫോണുകളാണ്. 11 Pro ആയാലും 11 ആയാലും എല്ലാ ഫോണുകൾക്കും അത്യാവശ്യം നല്ല രീതിയിൽ ചാർജിങ് തന്നെ. അതുപോലെ തന്നെ ചാർജ് ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബാറ്ററി ഇത്രയും കുറഞ്ഞത്. ബാറ്ററി കുറഞ്ഞിട്ട് പോലും അത്യാവശ്യം നല്ല രീതിയിൽ ചാർജ് വെക്കുന്നുണ്ട്. അതായത് രാവിലെ ചാർജ് ഫുള്ളാക്കിയാൽ നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്താലും രാത്രി ഒരു 8 മണി അല്ലെങ്കിൽ 7 മണിയൊക്കെ വരെ ചാർജ് നിൽക്കും. അത്യാവശ്യം നല്ല ബാറ്ററി കപ്പാസിറ്റിയാണ്. ഇപ്പോൾ 82% ആണെങ്കിൽ പോലും ഇത് 100% ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ വരുവാണെങ്കിൽ 3 രീതിയിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഒന്ന് 64 GB ആണ്, അതുപോലെ തന്നെ 256 GB ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എന്ന് പറയുന്നത്
512 GB ആണ്. അത്യാവശ്യം 256 GB തന്നെ എടുക്കുക, കാരണം ഇതിൻ്റെ ഫോൺ സോഫ്റ്റ്വെയർ തന്നെ ഉണ്ട് അത്യാവശ്യം നല്ല GB. പിന്നെ വാട്സപ്പിൻ്റെ ഒക്കെ MB നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ എന്ന് പറയുന്നത് ഫോട്ടോസിൻ്റെ വീഡിയോസിൻ്റെ ഒക്കെ MB വളരെ കൂടുതലാണ്. ഈ ഒരു 4K 60 ഫ്രെയിമിലാണ് വീഡിയോ കാണുന്നത്. അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷൻ ക്യാമറയാണ്. അതുപോലെ തന്നെ വൈഡ് ആംഗിൾ ഇടുമ്പോൾ മാറ്റം നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ വൈഡ് ആംഗിൾ ഇട്ടിട്ട് വീഡിയോ ഒന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ മാക്സിമം സൂമിങ് എന്ന് പറയുന്നത് വീഡിയോ നമ്മൾ പ്ലേ ചെയ്തതിന് ശേഷം വീഡിയോ പ്ലേ ചെയ്തതിന് ശേഷം നമ്മൾ സൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3x വരെയാണ് സൂം ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു 3x എന്ന് പറയുന്നത് ഒട്ടും തന്നെ ക്വാളിറ്റി കുറയാത്ത രീതിയിലുള്ള സൂമിങ് ആണ്. ഇതാണ് ഇതിൻ്റെ വൈഡ് ആംഗിളിൽ എടുക്കുന്ന സ്റ്റെബിലൈസേഷൻ. ഞാനിപ്പോൾ നടന്നു പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ ഗിംബലും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അത്യാവശ്യം നല്ല സൂമിങ്ങും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി, അതായത് നമ്മൾ കാണുന്ന ഇതിൻ്റെയൊക്കെ കളർ അതേ രീതിയിൽ തന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ വീഡിയോയിൽ വരുന്നുണ്ട്. ഒരുപാട് റിവ്യൂസും കാര്യങ്ങളും ഓൾറെഡി വന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഹാർഡ്വെയർ ആയിട്ടുള്ള അതിൻ്റെ ചിപ്പും കാര്യങ്ങളെ കുറിച്ചൊന്നും പറയാത്തത്. കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ കുറച്ചുകൂടെ മുന്നേ അതായത് മുന്നിലൊരു മോഡലൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫോൺ എടുക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് 2021 എടുക്കുന്നതാണെങ്കിലുള്ളത് ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ വരുന്നത് വരെ ബൈ.